നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ ഗുരുതരമായ ആശങ്ക തന്നെയാണ് തുടരുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തിലെന്നുള്ള റിപ്പോർട്ടുകൾ, ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ നിലവിൽ ഇറാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം തുറന്നു പറയുന്നു. അതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിഷം കലർത്തി നൽകിയെന്നും അദ്ദേഹത്തെ അപായപ്പെടുത്താനായി ശ്രമിച്ചുവെന്നുള്ള ഒരു അഭ്യൂഹം നിൽക്കുന്നുണ്ട്. അതിൽ 2 പേരാണ് പ്രതിസ്ഥാനത്ത്. ഒന്ന് സ്വാഭാവികമായും ഇസ്രയേൽ, മറുഭാഗത്ത് ഇറാനിലെ തന്നെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വൈര്യം അല്ലെങ്കിൽ അധികാര തർക്കം. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ അപായപ്പെടുത്താനായി ചിലർ ശ്രമിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇതുവരെയും ഒരു സ്ഥിരീകരണവും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറുഭാഗത്ത് ഇസ്രയേൽ തന്നെ അപായപ്പെടുത്തുമെന്ന ഭയം വല്ലാതെ തന്നെ ഖമനേയിയെ വേട്ടയാടുന്നുവെന്നും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ തന്നെ ഇസ്രയേലിന് എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി ഡൊണാൾഡ് ട്രംപ് കൂടി അധികാരത്തിലെത്തുമ്പോൾ കേവലം 1.5 മാസത്തിനപ്പുറത്തേക്ക് ഇറാന്റെ ഭാവി എന്ത് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അവർ പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ തന്നെ അണിനിരന്നുകൊണ്ട് ഒരു പുതിയ ബെൽറ്റ് രൂപവൽക്കരിക്കാനായി പോകുന്നു. ആ ഭാഗത്തേക്ക് അതിശക്തമായ പ്രഹരമായി അമേരിക്കയും കടന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം, നോർത്ത് കൊറിയ അടക്കമുള്ളവരെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനാണ് ചൈനയും ഇറാനും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയെ എങ്ങനെ മെരിക്കണമെന്നുള്ളത് നിലവിൽ ട്രംപിന് വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ചൈനയോടും ഇറാനോടും സന്ധി ചെയ്യില്ല എന്നുള്ള കാര്യം തുടക്കത്തിലെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു ലോകക്രമം രൂപപ്പെട്ടു വരുന്നുവെന്ന ഭയം ഉടലെടുക്കുന്നു. അത് അമേരിക്കൻ ജനതയ്ക്കുള്ളിലും പ്രതിഫലിച്ചു എന്ന് വേണം നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതും ശേഷം ട്രംപ് എത്തിയപ്പോൾ ഖമനേയിക്ക് ഒരടി പിന്നോട്ട് കാലുവയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടായതും പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള തിരക്കിട്ട നീക്കം നടത്തി പിൻഗാമിയെ ചാവേറാക്കി താൻ നിലവിൽ ആശുപത്രിവാസത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതും അമേരിക്ക കൃത്യമായ നോട്ടമിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മടങ്ങിയെത്താനിരിക്കെ തന്നെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രതിരോധ സമീപനത്തെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അതിശക്തമായി ഈ ഘട്ടത്തിൽ ഉയരുക കൂടി ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ തന്നെ പ്രതിരോധ തന്ത്രത്തെക്കുറിച്ചൊരു പുതിയ അവലോകനം നടത്താനായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയല്ല എങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണങ്ങൾ, ഉപരോധങ്ങൾ ഒന്നൊന്നായി ഇറാന് ഭാവിയിൽ നേരിടേണ്ടി വരും. അന്ന് പരമോന്നത നേതാവിന് ഇതിനെയൊക്കെ തന്നെ തടുക്കാനായി കഴിഞ്ഞെന്നിരിക്കില്ല. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശം കൂടിയാണ്. പുതുതായി എത്തുന്ന പുതിയ നേതാവിന് ഇതിനെ നേരിടാനുള്ള കെൽപ്പുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയം ഉദിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉയരുമ്പോൾ ഖമനേയിയുടെ പിൻഗാമിക്കായിട്ടുള്ള ചുരുക്കപ്പട്ടിക കൂടി അവർ തയ്യാറാക്കിയിരിക്കുന്നത്. 3 പേരുടെ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 3 പേരിൽ നിന്നും ഒരാളെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കാനുള്ള ചുമതല അത് വഹിക്കുന്ന വിദഗ്ധ സമിതി ഇക്കാര്യം നിലവിൽ പ്രാദേശിക തലത്തിൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ പട്ടികയിലെ പൂർണ്ണമായ പേരുവിവരങ്ങളൊന്നും തന്നെ വിദഗ്ധ സമിതി പുറത്തു വിട്ടിട്ടില്ല. വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി തന്നെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യമൊക്കെ തന്നെ കണക്കിലെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറെക്കാലമായി ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നതാണ്. എന്നിരുന്നാലും അതിനെയൊക്കെ തന്നെ മലർത്തിയടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇറാനും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പരസ്യമായി എങ്ങും തന്നെ ഖമനേയി പ്രത്യക്ഷപ്പെടുന്നില്ല. അതിനു പുറമെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്ന് മാത്രമല്ല, ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു അപായ സൂചന കൂടി ഖമനേയിക്ക് ലഭിക്കുന്നുണ്ട്. ആ ആശങ്കയും ഇറാൻ ഉദ്യോഗസ്ഥർ IRGC അടക്കം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പിൻഗാമി ആരെന്നുള്ളത് വളരെ വേഗത്തിൽ കണ്ടെത്തണം. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിൻഗാമിയെ പ്രഖ്യാപിക്കണമെന്നാണ് ഖമനേയി തന്നെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദഗ്ധ സംഘം സെപ്റ്റംബറിൽ ഒരു പ്രത്യേക യോഗം ചേർന്ന് പിന്നാലെ ഒരു പട്ടിക തയ്യാറാക്കി. ഇപ്പോൾ ആ പട്ടികയിൽ ഖമനേയിയുടെ മകനടക്കം ഇടം നേടിയിരിക്കുന്നത്. മകനായ മുജ്തബ ഖമനേയിയുടെ പേര് ഉൾപ്പെടെ പിൻഗാമി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 27 വർഷമായി ഇറാന്റെ സുപ്രധാന നയരൂപീകരണത്തിൽ മുജ്തബ ഖമനേയിക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 55-കാരനായിട്ടുള്ള ഖമനേയിയുടെ 6 മക്കളിൽ 2ാമത്തവനാണ് മുജ്തബ. ഖമനേയിയുടെ വിശ്വസ്തനായിട്ടുള്ള അലി റിസ അറാഫിയാണ് അടുത്ത സാധ്യത കൽപ്പിക്കുന്ന വേറൊരാൾ.
ഗാർഡിയൻ കൗൺസിൽ അംഗവും വിദഗ്ധ സമിതിയുടെ 2ാം ഡെപ്യൂട്ടി ചെയർമാനും കൂടിയാണ് അലി റിസ അറാഫി. വിദഗ്ധ സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള ഹാഷിം ഹുസൈനി ബിഷ്രിയാണ് അടുത്തതായി പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന 3ാമൻ. ഇതുകൂടാതെയും നിരവധി ആളുകളുടെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇറാന്റെ പ്രഥമ പരമോന്നത നേതാവും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനുമായിട്ടുള്ള റൂഹുള്ള ഖമൈനിയുടെ പൗത്രന്മാരായിട്ടുള്ള അലി ഖുമൈനി, ഹസൻ ഖുമൈനി എന്നിവരുടെ പേരും ഖമൈനിയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് ഉയർന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരെ അവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ തന്നെ മങ്ങിയിരിക്കുന്നു. കാരണം ഇവരൊന്നും തന്നെ വിദഗ്ധ സമിതിയിൽ അംഗമല്ല. അതുകൊണ്ട് അവരെ പരിഗണിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ്.